അന്യരാരും അല്ലല്ലോ. മോൾക്ക് അവകാശപ്പെട്ട വീട്ടിലേക്ക് തന്നെയാ കയറി വന്നത്. വാ, വന്നു വല്ലതും കഴിക്കേ. ചിക്കൻ 65, ചിക്കൻ 45 എന്നൊക്കെ പറഞ്ഞ് ചിക്കൻ്റെ വിവിധ ഐറ്റംസുകൾ വിളമ്പാൻ എനിക്ക് ചിക്കൻ സ്റ്റാളൊന്നുമില്ല. ഈ ഉള്ള ചങ്കുറപ്പ് വെച്ചിട്ട് ഒരു കറി, ഒരു ഉപ്പേരി, ഒരു പപ്പടം, പിന്നെ ഈ ജോൺസൺ സ്പെഷ്യലും തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല വാളംപുളി പിങ്ങനെ പിഴിഞ്ഞിട്ട് ഇത്തിരി കുത്തിരിച്ചോറ് കൂട്ടിയിട്ട് ഇതേ ആഹാ, ചോറും കറിയും വിളമ്പി വെച്ചിട്ട് അമ്മയും മോളും പോയി കഴിക്കി. വാ മോളെ. എനിക്ക് വിശപ്പില്ല. ഈ ഡയലോഗ് ഞാൻ പ്രതീക്ഷിച്ചതാ. ചെറുപ്പം മുതൽ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ദാ ഇവിടെന്ന് ഒഴിഞ്ഞ വയറ്റത്ത് കൊട്ടി തൊണ്ട കീറി പാട്ടുപാടി കിട്ടുന്ന ചിലറുകൊണ്ട് അരി വാങ്ങി അന്നം വിളമ്പി അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മ പറയും എനിക്ക് വിശപ്പില്ലെന്ന്. അമ്മയുടെ വിചാരം അപ്പനെ പോലെ കൂലിത്തല്ലെന്ന് ഇറങ്ങിയിട്ട് കിട്ടണ കാശാതെന്ന. വാസ്തവം നമുക്കല്ല അറിയൂ. അതൊക്കെ പോട്ടെ. അതല്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് തെറ്റാടോ ചെയ്തേ? ഗുണ്ടാ പത്രോസിന്റെ മകനെ ഗുണ്ടയായിട്ട് തന്നെ കാണാനാ നാട്ടുകാരുടെ ആഗ്രഹം. ഒരു നിമിഷം വഴിതെറ്റിപ്പോയ അമ്മയ്ക്കുണ്ടായ മകള് വഴിതെറ്റി തന്നെ ജീവിച്ചു കാണുന്ന നാട്ടുകാർക്ക്. ഞാനും നീ അതിന് തയ്യാറായില്ല. അപ്പൊ ഈശ്വരൻ നമ്മളൊരു മേൽക്കൂരയ്ക്ക് കീഴെ കൊണ്ടെത്തിച്ചു. ദാ ഇവിടെ അങ്ങനെ കണ്ടാ മതി. ഉള്ളിലെ സങ്കടം ദേഷ്യം തീർക്കാൻ പട്ടിണി കിടക്കല്ല വേണ്ടത്. വിശപ്പില്ലേം കഴിക്കണ്ട. മേ കമിൻ സാർ? യെസ്, കമിൻ. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ആ, ഇരിക്കെ. ഉത്തരവാദിത്തമുള്ള പോലീസുകാർക്ക് ഇക്കാലത്ത് രാവും പകലും ഡ്യൂട്ടി കാണും. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല. ആ, അപ്പൊ പിന്നെ ഒന്ന് വിശ്രമിക്കാനൊരവസരം, അല്ലെങ്കിൽ ഒരു ലോങ് ലീവ്, ദാറ്റ്സ് ഓൾ. ഞാൻ തൻ്റെ ഒരു പ്രൊമോട്ടറാണെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ ഈ ദൗത്യം എന്നെ തന്നെ ഏൽപ്പിച്ചത്. അരമുറുക്കി അംഗത്തിനിറങ്ങിയ ഭരിക്കുന്നവന്റെ മധുരതരമായ പ്രതികാരം. സന്തോഷായി. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഉറക്കുവിളിയാ. സന്തോഷായി സാറേ. നേരത്തെ ഞാൻ പറഞ്ഞതാ, ഈ യൂണിഫോം ഇട്ട പിന്നെ മനസ്സറിഞ്ഞ് സല്യൂട്ട് ചെയ്ത് സാറിൻ്റെ മുഖത്ത് നോക്കിയാന്ന്. ഇപ്പോഴതങ്ങനെ തന്നെയാ. പിന്നെ ഇപ്പത്തിരി കണ്ണീരുണ്ട്. സാരില്ല. ജോൺസൺ, നീ എനിക്ക് ജൂനിയർ ഓഫീസർ അല്ല, ഒരനുജന. ഇതാദ്യമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ഇതിനേക്കാൾ ഹെവി ഡോസുള്ള ഉറക്ക ഗുളികകൾ പല ഏമാന്മാരുടെ കയ്യിൽ നിന്നും കണ്ണീരോടെയും അല്ലാതെയൊക്കെ സല്യൂട്ട് അടിച്ച് കൈപ്പറ്റിയിട്ടുണ്ടോ ഞാൻ. അങ്ങനെ ഒരുത്തൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരുത്തനെ ഒരുപാട് കാലം അങ്ങോട്ട് ഉറങ്ങാൻ വിട്ടുകൊടുക്കില്ല ഞാൻ. ചെല്ല്. ഹലോ. ശേഖര സാർ. എന്താടോ നന്നാവാത്തത്? സാർ, ഈ നാട് നന്നാവാത്തത് എന്താന്ന് പണ്ടാരടങ്ങാൻ. മിടുക്കൻ, മിടുമിടുക്കൻ.
ഓട്ടക്കാരൻ ബെൻ ജോൺസൺ ഇപ്പോ ഓട്ടമുക്കാലിന്റെ വില. എവിടെ പോയി ഏമാന്റെ തൊപ്പിയും കുപ്പായൊക്കെ? ആമ്പിള്ളേർ അടിച്ചു മാറ്റി അല്ലേ? ഇനി തോളത്തെ നക്ഷത്രം കാണാൻ ഏമാന് മാനം നോക്കി കിടക്കണം. അപ്പൊ ആ കിടത്തത്തിന് ഒരു ഹരമുണ്ടാക്കി തരാൻ വന്നതാ ഞാൻ. ഇതുപോലുള്ള കളിക്കളത്തിൽ വെച്ചാണല്ലോ നിന്റെ തുടക്കം. അപ്പൊ ഒടുക്കവും ഇവിടെ വെച്ച് തന്നെ ആവട്ടെ. എടാ രഘുവേ, മാലോകര് കാണുകെ അന്ന് നീ എനിക്ക് തന്ന ചവിട്ട് ഞാൻ നിന്നോട് ചോദിച്ചു വാങ്ങിയതാ, നിന്നെ എവിടെ എത്തിക്കാൻ. അതും ഒരു തരം പൊളിറ്റിക്കൽ പ്ലേയാ, പൊളിറ്റിക്കൽ ബ്രിങ്മാൻഷിപ്പ്. സബ് ഇൻസ്പെക്ടർ ബെൻ ജോൺസൺ ഈ മണ്ണിൽ കാലുകുത്തിയ അന്ന് ഞങ്ങളുടെയൊക്കെ നെഞ്ചത്ത് കയറി തുടങ്ങി വെച്ച കളി അതിന്റെ ആദ്യ പകുതിയിൽ അങ്ങനെ നിൽക്കുക. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ആ കളിയുടെ രണ്ടാം പകുതി, അതായത് സെക്കൻഡ് ഹാഫ്. സ്റ്റാഫിലെ അടി മേടിച്ചവനെ നീയൊക്കെ വിളിച്ചോണ്ട് വാടാ, നല്ല ആൺകുട്ടികളെ വിളിച്ചോണ്ട് വാ. നമുക്ക് ഈ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് ആക്കാം. ഞാൻ ഷറഫുദ്ദീൻ, ഈ സ്റ്റേഷനിലെ പുതിയ SI. തൊപ്പിയും കുപ്പായം ഉണ്ടെങ്കിൽ ഏതപ്പന്റെ നെഞ്ചത്തേക്ക് നിന്റെ കാല് പൊങ്ങും. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഇപ്പൊ എന്റെ അടുത്താ. പരിചയപ്പെടാനാണ് വിളിപ്പിച്ചെങ്കിൽ അത് ഇവിടെ വെച്ച് വേണ്ട, ഇത് ലോക്കപ്പാ. നായിന്റെ മോനെ, പാതിരാത്രിക്ക് നടു റോട്ടിൽ ഓട്ട മത്സരവും ഗുണ്ടായുസവും നടത്തുന്ന നിന്നെ പോലെ ഒരു ക്രിമിനലിനെ പരിചയപ്പെടാൻ ലോക്കപ്പ് അല്ലാതെ പിന്നെ നിയമസഭാ ബന്ധത്തിലേക്ക് വരണോടാ. നിയമസഭാ മന്ദിരത്തിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് സാറിന്റെ ഈ വരവെന്ന് ഈ ആവേശം കണ്ടപ്പോ മനസ്സിലായി. ഈ യൂണിഫോമിനോടൊന്നും ജോൺസന് ബഹുമാന, അത് ഏത് ചെറപ്പുതിലിട്ടാലും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കെട്ടിപ്പിടുത്തം ഉപയോഗിക്കലൊന്നും വേണ്ട. ലോകത്തിൽ ഇന്നവരെ ആണുങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് കുട്ടികളുണ്ടായ ചരിത്രം ഇല്ലേ സാറേ? എന്നാ ഞാൻ ഉണ്ടാക്കി തരണം നിനക്ക്. വേണ്ട സാറേ, സാറേ ഇത് ചതിയാ. ഇന്നലെ വരെ ഞങ്ങൾ എല്ലാവരും സല്യൂട്ട് ചെയ്ത മനുഷ്യരാണ്. അങ്ങനെയുള്ള ഞങ്ങളുടെ മുമ്പിൽ വെച്ച് മൂപ്പറത്തെല്ലാം സമ്മതിക്കില്ല. ഓഹോ, നിനക്കത്ര ദണ്ണോടെ പോയി കമ്പനി കൊടുക്കണം അവന്. ഓ, നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. MLAക്ക് മന്ത്രിക്കൊക്കെ പുല്ല് വില അല്ലേടാ. അവരുടെയൊക്കെ വലിപ്പം കാണിക്കാൻ വേണ്ടി തന്നെയാടാ ഷറഫുദ്ദീൻ ഇങ്ങോട്ട് വന്നത്. എന്താടാ നാക്കിറങ്ങിപ്പോയോ? അസ്സലാമു അലൈക്കും. ഇപ്പൊ ഇവിടെ വെച്ച് നിന്നോട് കാണിച്ച ഈ പരാക്രമം കൂടിപ്പോയെങ്കിൽ മറ്റവന്മാരുടെ വലിപ്പം കാണിക്കാൻ വന്നിറങ്ങിയ നിന്റെ പിൻബലം വെച്ച് തിരിച്ചടിക്കടാ. സറബുദ്ദീനെ, പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് പോലീസുകാരെ തല്ലാനുള്ളതല്ല. അല്ലെങ്കിലും ഈ ഭരിക്കുന്നവന്മാരുടെ വലിപ്പം കാണിക്കാൻ നീ എന്നാത്തിനാടാ പോയി പാതിരാത്രിക്ക് കയറപ്പെട്ടഴിക്കുന്നേ? പല മണ്ഡലങ്ങളിലും പോയി പാവപ്പെട്ട പെണ്ണുങ്ങളുടെ മടിക്കുത്തഴിച്ച് അവര് തന്നെ കാണിക്കുന്നുണ്ടല്ലോ അവരുടെ വലിപ്പം. നീ ഇതൊന്നും അറിയുന്നില്ലേ? വല്ലപ്പോഴും ആ ന്യൂസ് ചാനലെങ്കിലും ഒന്ന് കാണ്. നിനക്കെന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ SP ആടാവേ. തസ്തിക വെച്ച് നോക്കിയാൽ SIയുടെ മേലെ വരും. മേലുദ്യോഗസ്ഥനെ കണ്ടാൽ കീഴുദ്യോഗസ്ഥൻ കാണിക്കുന്ന ഒരു മര്യാദയുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ.
മറന്നുപോയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അടിയടാ സല്യൂട്ട്. അവന്റെ ഒരു പൊണ്ടാരടങ്ങല്. വാടാ.